എല്ലാവർക്കും മൈസിൽ കുക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പൈനാപ്പിൾ കറിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ കറിയാണ്. ഇത് സൈഡ് ഡിഷായിട്ട് കഴിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം വെറുതെ ഇങ്ങനെ സാലഡ് പോലെ കോരി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. മധുരവും ഉപ്പും പുളിപ്പും കുറച്ച് എരിവും ഒക്കെയുള്ള ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, സൂപ്പർ ടേസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. പൈനാപ്പിളിൻ്റെ മുള്ളും ആ കൂഞ്ഞും ഒക്കെ കളഞ്ഞിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു പൈനാപ്പിളിൻ്റെ പകുതി, പിന്നെ നേന്ത്രപ്പഴത്തിൻ്റെ പകുതി, അതും ഒട്ടും കുരുവില്ല കേട്ടോ. കുരുവെല്ലാം കളഞ്ഞിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി കുക്കറിലിട്ടൊന്ന് നല്ലോണം വേവിച്ചെടുക്കാം. പൈനാപ്പിള്, നേന്ത്രപ്പഴം, ഇതിൻ്റെ കൂടെ ഒരു 3 പച്ചമുളക് നടുവേ മുറിച്ചത്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്. ഇത്ര ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിക്കണം കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഇത് വേകാനുള്ള വെള്ളം മതി. വെന്തതിന് ശേഷം അതിനകത്ത് വെള്ളം ബാക്കിയുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചും കളയണം. ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിലാണ് വെക്കുന്നെങ്കിൽ ഒരു 3 വിസിൽ മതിയായിരിക്കും. ഇതൊന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കും. പൈനാപ്പിളും ആ നേന്ത്രപ്പഴവും കൂടി ഒന്ന് വേകുമ്പോഴത്തേക്കും നമുക്ക് തൈര് എടുത്ത് വയ്ക്കാം. തൈരും കൂടി വേണം ഇതിന് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. മുക്കാൽ കപ്പ് തൈരാട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കട്ട തൈരാണെങ്കിൽ 3/4 കപ്പ് മതി. കട്ട തൈരാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അധികം പുളിയില്ലാത്ത കട്ടയായിട്ടുള്ള തൈര്. പൈനാപ്പിൾ വെന്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് പൈനാപ്പിൾ ഇപ്പോൾ 3 വിസിലടിച്ചിട്ട് ഞാൻ ഇറക്കി വെച്ചു. ഇത് പാകത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇല്ല, ഇതിൻ്റെ അകത്ത് കണ്ടോ കുറച്ച് വെള്ളം കൂടി ബാക്കിയുണ്ട്. ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കണം. വെള്ളം ഒട്ടും വേണ്ട, തൈരിൻ്റെ ആ ഒരു വെള്ളം മാത്രം മതി. അപ്പോൾ ഈ വെള്ളം കൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പം വെള്ളമൊക്കെ വറ്റി നല്ലോണം. ഇനി ഇത് നല്ലോണം തണുക്കണം. നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് തൈര് ഒഴിക്കണം. അതുകൊണ്ട് തന്നെ ഇത് നല്ലോണം തണുത്തതിന് ശേഷം വേണം തൈര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലോണം ഒന്ന് തണുക്കട്ടെ കേട്ടോ. പൈനാപ്പിൾ ഒന്ന് തണുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ തൈര് മിക്സിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. ഒന്ന് നല്ലോണം ഈ കട്ട ഒന്ന് ഉടച്ച് അടിച്ചെടുക്കാം. വേറൊരു സൗണ്ട് എന്നാ കേൾക്കുന്നറിയോ? ഇതുണ്ടോ? ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള ഫ്രൈ റെഡിയാവുക. ഫിഷ് ഫ്രൈ എന്തായാലും പറയാം. ഈ നത്തലെന്ന് പറയും, നമ്മളിവിടെ നത്തൽ എന്നൊക്കെ പറയും, കുഴുവാന്ന് പറയും. പൈനാപ്പിൾ നല്ലോണം തണുത്തത്. ഇത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഒന്ന് നിരത്തിയിട്ടിട്ട് പെട്ടെന്ന് തണുപ്പിച്ചെടുത്തു കേട്ടോ. തൈര് ഒഴിച്ചു കൊടുക്കാൻ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കലക്കി വെച്ചിരുന്ന തൈരില്ലേ. ഇനി നമുക്ക് കടുക് താളിച്ചൊഴിക്കണം ഇതിൻ്റെ അകത്ത്. ഇത് താളിച്ച് ഒഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ച ഐറ്റംസ് ആയിട്ട് 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 സ്പൂൺ ഉഴുന്ന്, ഒരു 1/4 സ്പൂൺ ഉലുവ. ഇത്രയും കൂടി നമുക്കൊന്ന് വെളിച്ചെണ്ണയ്ക്കകത്ത് നമുക്കൊന്ന് താളിച്ചൊഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാവട്ടെ. ഇതിൻ്റെ അകത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഉപ്പും പുളിയും മധുരവും എല്ലാം കൂടി ഒന്ന് നല്ലോണം ബാലൻസ് ആകുമ്പോഴത്തേക്കും ഒരു അടിപൊളി ടേസ്റ്റുള്ള ഒരു പൈനാപ്പിൾ കറി കിട്ടും. എണ്ണ ചൂടായി. അതിൻ്റെ അകത്തേക്ക് കടുക്, ഉലുവ,
കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക്, സ്റ്റവ് ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. എന്നിട്ട് കറിവേപ്പില ഇട്ടു. ഇത്രയും മതി. ഇനി ഉപ്പൊക്കെ റെഡി കറക്റ്റ് ആയതിനു ശേഷം നമ്മുടെ ഈ പൈനാപ്പിൾ കറിക്കകത്തേക്ക് ഈ താളിച്ചതും കൂടി ഒഴിച്ചു കൊടുക്കാം. സൂപ്പറായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ കറി റെഡിയായി.